വിഷ്ണു, ഡിസൈനിങ് ഫീൽഡിൽ നിന്ന് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലോട്ട് ആ ഒരു കരിയർ സ്വിച്ച്, ആ കഥയൊന്ന് പറയാം. ആക്ച്വലി ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഡിസൈൻ വെച്ചാണ്. ഞാൻ ഡിസൈനറായിട്ടാണ് വർക്ക് ചെയ്തത്. അതുകൊണ്ട് ഒരു 3.5 വരെ. അപ്പം ജസ്റ്റ് ഒരു ബ്രേക്ക് വേണമെന്നുണ്ട്. പക്ഷെ ചുമ്മാ ഒരു ബ്രേക്ക് എടുക്കാതെ എന്തെങ്കിലും കരിയറിൽ യൂസ്ഫുള്ള. ഫസ്റ്റ് ഞാൻ UX നോക്കിയത്. പക്ഷെ ഓൾറെഡി എനിക്ക് UX അറിയാം, സോഫ്റ്റ്വെയർസും ഒരു ഇതെല്ലാം അറിയാം. അപ്പം വീണ്ടും പൈസ സ്പെൻഡ് ചെയ്യേണ്ട എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. കാരണം ലാസ്റ്റ് ഇരുന്ന കമ്പനി ഞാൻ സോഷ്യൽ മീഡിയ നോക്കുമായിരുന്നു. മാനേജ്മെൻറ്റ് മൊത്തം ഉണ്ട്. അപ്പം പിന്നെ ഫ്രീലാൻസർ ക്ലയൻ്റ് ഉണ്ട്, സോഷ്യൽ മീഡിയ മാത്രം. അപ്പം അതൊന്ന് ഫുള്ളോടെ പഠിക്കാമെന്നുള്ള പ്ലാനിലാണ് ഫസ്റ്റ് സെർച്ച് ചെയ്ത് തുടങ്ങിയത്. അപ്പം ഇങ്ങനെ കുറച്ച് ഇതിൽ വന്നപ്പോൾ ഫസ്റ്റ് അൺലേണിൻ്റെ ഒരു ആഡ് കണ്ടു, മെസ്സേജ് അയച്ചു. ഫസ്റ്റ് ഞാൻ മെയിൻലി നോക്കിയത് പഠിച്ചതിൻ്റെ കൂടെ എനിക്കൊരു ഇൻറ്റേൺഷിപ്പും കൂടെ വേണം. അതാണ് ആക്ച്വലി. അപ്പോൾ പഠിച്ചിട്ട് വീണ്ടും ഞാൻ ഇൻറ്റേൺഷിപ്പിന് വീണ്ടും അടുത്തടുത്ത് എനിക്ക് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ നോക്കിയപ്പം ആകെ വന്നത് എനിക്കിതാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ ഇവിടെ ഡയറക്റ്റ് വന്നു, സംസാരിച്ചു. അപ്പോൾ എനിക്ക് ഒരു ഇത് ഓക്കെയാണ്. കാരണം ഇവിടുത്തെ ഞാൻ വരുന്നതിന് 4 മാസം മുമ്പ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഇറങ്ങി എനിക്ക് ആ മന്ത് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ടിങ് എനിക്ക് കയറണം എന്നുള്ളതുകൊണ്ട്. അപ്പം അങ്ങനെ ഡിസംബറിൽ ഇറങ്ങി, ജാനുവരിയിൽ എനിക്ക് ചെറിയൊരു ഇത് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ ഞാൻ ജോയിൻ ചെയ്തു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ആക്ച്വലി ഞാൻ നോർമലി ഒരു കോച്ചിങ് സെൻറ്റർ എന്നുള്ള രീതിയിൽ, പക്ഷെ അങ്ങനെ അല്ല. ഇവിടെ വന്നപ്പം ഭയങ്കര ഫ്രണ്ട്ലിയാണ് എല്ലാവരും. അതേപോലെ സാർമാർ ഇപ്പോഴും ഞാൻ വിളിച്ച് ഡൗട്ട് ചോദിക്കാറുണ്ട്. ഇപ്പോഴും ഹാപ്പിയോടെ എല്ലാവരും പറഞ്ഞു തരാറുമുണ്ട്. അതാണ് ആക്ച്വലി. അപ്പം പിന്നെ ഇവിടെ നിന്ന് കോഴ്സ് കഴിഞ്ഞു. ഇൻറ്റേൺഷിപ്പ് അറൗണ്ട് 1 മാസം ചെയ്തപ്പോൾ തന്നെ എനിക്ക് പ്ലേസ്ഡായി. കുറച്ച് ദൂരത്തോട്ട് തന്നെ പ്ലേസ്ഡായി. അങ്ങോട്ട് നോക്കി. എവിടെയാണ് പ്ലേസ്ഡായി? ഞാൻ കൊച്ചിയിൽ ഒരു എബ്രോഡ് സ്റ്റഡീസിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫസ്റ്റ് ഡിസൈൻ കം ഡിജിറ്റൽ മാർക്കറ്റ് തന്നെ ചെയ്തത്. അങ്ങനെ അവിടെ പ്ലേസ്ഡായി. കുഴപ്പമില്ലാത്ത പാക്കേജ് തന്നെ പ്ലേസ്ഡായി. അപ്പം അവിടെയാണ്. പാക്കേജൊക്കെ എത്രയുണ്ട്? പാക്കേജ് കുഴപ്പമില്ല, 30 ഉണ്ട് പെർ മന്ത് ഉണ്ട്. പിന്നെ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ലിങ്ക്ഡിനിൽ വിഷ്ണു ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ക്ലയൻറ്റിൻ്റെ റിസൾട്ട് പോസ്റ്റ് ചെയ്യുന്നതായിട്ട്. അതെന്താന്ന് പറഞ്ഞു? അത് ആക്ച്വലി എനിക്കൊരു ഫ്രീലാൻസ് ക്ലയൻസ് ഉണ്ട്, ഒരു ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ്. അപ്പോൾ അവർ ആഡ്സ് ആക്ച്വലി ഞാൻ അത് ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ലാസ്റ്റായിട്ട് റൺ ചെയ്തതാണ്. ആക്ച്വലി അവർക്കതൊരു ടൂർ പാക്കേജാണ്. അപ്പോൾ അറൗണ്ട് ഒരു അത്യാവശ്യം നല്ലൊരു എമൗണ്ടിൽ ഒരു അറൗണ്ട് ഒരു 2K 3K അകത്ത് സ്പെൻഡ് ആയിട്ടുള്ള അത്യാവശ്യം ഒരു 100 ലീഡ്സോളം കിട്ടിയിട്ടുണ്ട്. അതിലൊരു 90% കൺവേർഷൻ നടന്നിട്ടുണ്ട്. അതെ, ഹൈ ആണ്. അത് ആക്ച്വലി ഞാനും വിചാരിച്ചില്ല. കാരണം ഫസ്റ്റ് ടാർഗറ്റിങ് ആണ് നോക്കിയത്. മാക്സിമം ചെയ്യുന്ന 2-3 വട്ടം അത് എഡിറ്റ് ചെയ്ത് അങ്ങനെ ചെയ്തത്. ഫസ്റ്റ് ഒരു വട്ടം ഇട്ടപ്പോൾ അത്യാവശ്യം വന്നപ്പം വീണ്ടും പിന്നെ റിസൾട്ട് കുറഞ്ഞു. അപ്പം ജസ്റ്റ് വീണ്ടും എന്താ സംഭവം നോക്കിയിട്ട് വീണ്ടും അതിനെ എഡിറ്റ് ചെയ്ത് അങ്ങനെ ഇട്ട് ആക്ച്വലി ആ ഒരു സ്പെൻഡ്. അത് ഉറപ്പായിട്ടും അൺലൈൻ തന്നെയാണ്. കാരണം ഇപ്പോഴും ഞാൻ കിഷോറായാലും വിളിക്കുന്നുണ്ട്, ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, ഇതാണ് പ്രശ്നം എന്താണെന്ന് അറിയോ എന്നുള്ള രീതി. അവരിപ്പോഴും നല്ലപോലെ പറഞ്ഞും തരുന്നുണ്ട്. അതിനൊന്നും കോഴ്സ് കഴിഞ്ഞിട്ട് വർക്കിന് കയറിയപ്പോൾ മെയിനായിട്ട് ഫേസ് ചെയ്ത ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു? മെയിനായിട്ടും കുറേ ടേംസിന് ചെറിയ ഇതുണ്ട്. കാരണം അവിടെ യൂസ് ചെയ്യുന്നതായിരിക്കില്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ അവിടെ പോകുമ്പം ആക്ച്വലി ഞാൻ ഇപ്പം അവിടെ എബ്രോഡ് സ്റ്റഡീസ് ആണ്. ഇതിന് മുമ്പ് നിന്ന ആൾക്ക് അറിയോ എന്ന് അറിയത്തില്ല. പക്ഷെ അവിടെ മൊത്തം ഇതാണ്. പിന്നെ ഞാൻ പുതിയതായിട്ട് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് ആഡ് മാനേജർ എടുത്തു. എല്ലാം ഫ്രഷ്ലിയാണ് ഞാൻ അവിടെ ചെയ്തത്. അപ്പം അതിനിടയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ വിളിക്കും. അങ്ങനെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ വിഷ്ണുവിൻ്റെ സ്ട്രാറ്റജി കൊണ്ട് ആ ക്ലയൻറ്റിന് എന്തൊക്കെ റിസൾട്ടാണ്? ഗ്രോത്ത് ആക്ച്വലി ലീഡ്സ് മെയിൻലി അവർ നോക്കുന്നത് അഡ്മിഷൻസാണ്, പുതിയ കൺവേർഷൻസാണ് ഇല്ല. അപ്പം അത് അവർക്ക് മാക്സിമം ഇപ്പം ഞാൻ നിന്ന സമയത്തായാലും വരുന്ന ഇവർ മാക്സിമം ആഡ് കണ്ടിട്ടാണ് എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു വിജയമാണ്. കാരണം അത്യാവശ്യം നല്ലൊരു ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് കിട്ടുന്നത്. വിഷ്ണു ഇപ്പോൾ SEO ആണോ സോഷ്യൽ മീഡിയ ആണോ, ഏതിലാണ് മെയിൻലി? ഞാൻ പെർഫോമൻസിലാണ് നോക്കുന്നത്. ആഡ്സിൽ മെറ്റയിലും ഗൂഗിൾ ആഡ്സ് നോക്കുന്നുണ്ട്. മെറ്റ മെയിൻലി ഫസ്റ്റ്ലി അത് ഇഷ്ടം. അപ്പം അങ്ങനെ അതെ, ബാക്കിയെല്ലാം അറിയാം. പക്ഷെ മെയിൻലി ഫോക്കസ് ചെയ്ത് അത് കൊള്ളാം എന്നുണ്ട്. ഏതെങ്കിലും ഒരു നിഷിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യണം. പിന്നെ പഠിച്ചത് ആക്ച്വലി +2 വരെ പഠിച്ചിട്ടുള്ളൂ. ഡിഗ്രി ചെയ്തിട്ടില്ല. ഞാൻ 17 കഴിഞ്ഞ പകുതിയായപ്പം ഞാൻ ഡിസൈനിങ് ഫീൽഡിൽ ജസ്റ്റ് 1 മന്ത് കോഴ്സ് ചെയ്തു. പിന്നെ വർക്കിന് ഇറങ്ങി. അങ്ങനെ ഒരു +2 കഴിഞ്ഞിട്ട് നേരെ അതെ വർക്കിൽ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് വർക്കിന് കയറി. അതെ, അത് കഴിഞ്ഞിട്ട് ഞാൻ +2 കഴിഞ്ഞു. പിന്നെ ഒരു 1 മന്ത് കോഴ്സ് ഓൾറെഡി +2 ആ സമയത്ത്
കോവിഡല്ല, വെള്ളപ്പൊക്കത്തിന് ആ ഒരു സംഭവമായിരുന്നു, ഫ്ലഡിൻ്റെ ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ ഒരു 2 മന്തിൻ്റെ ഒരു 4 സോഫ്റ്റ്വെയർ കോഴ്സ് ചെയ്തു. ബാക്കി യൂട്യൂബ്, അങ്ങനെ ഫസ്റ്റ് ഒരു ന്യൂസ് ചാനൽ, പിന്നെ ഒരു IT, അങ്ങനെ ലൂപ്പായിട്ട് ഒരു 3 ഇയറോളം 3.5 വർഷം അങ്ങനെ പോയി. അങ്ങനെ ജസ്റ്റ് ഒരു ബ്രേക്ക് എന്നുള്ള രീതിയിൽ ബ്രേക്ക് എടുത്തപ്പം ഇപ്പം വീണ്ടും ജോലി കയറി. കരിയർ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. അതെ, ഇപ്പം പഠിക്കുന്നുണ്ട് പുതിയ കാര്യങ്ങൾ. അതേപോലെ പിന്നെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരാനിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ എന്തൊക്കെയാണ്? നല്ലതാണ്. ഒന്നാമത്തെ കാര്യം പാഷൻ, ഇഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടം പോലെയുണ്ട്. കാരണം ഒരിക്കലും പഠിച്ച് തീരാത്തൊരു കോഴ്സാണ് ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇഷ്ടം പോലെ ഉണ്ട്, അതിൻ്റെ എല്ലാ ഇതായാലും ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇഷ്ടത്തോടെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു മടുപ്പ് വരത്തില്ല. ഇപ്പം 9 to 6 എന്ന് പറഞ്ഞാൽ 6 മണിക്ക് ഇറങ്ങണം എന്ന് വെച്ചിരുന്ന് ഇറങ്ങാം. പക്ഷേ ഇഷ്ടപ്പെട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ചെയ്യുന്ന സാധനം ഹാപ്പി ആയിട്ട്. ഞാൻ അങ്ങനെ ഒരു 4 വർഷത്തോളം ഫീൽഡിലുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ആളാണ്, പാഷനായിട്ട് വന്ന. അതേ എനിക്ക് പറയാനുള്ളൂ. വരുന്നവർക്ക് ഹാപ്പി ആയിട്ട് നമ്മൾ ഇഷ്ടം വേണം, അതെ. ചുമ്മാ പൈസയ്ക്കോ അല്ലെങ്കിൽ ഒരു ജോലി എന്നുള്ള വരാതെ ഇഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സക്സസ് വരും, ഷുവറാണ്.